ഉടമ്പടി ഒരു നിലപാടാണ്. ശരിക്കും പറഞ്ഞാൽ ശാന്തകുമാരുടെ നിലപാട് സത്യസന്ധമായത് കാരണം അമ്മ ഒരു കാര്യം ചെയ്തു. ആ വിഷയം ഏറ്റെടുത്തിട്ട് ശാന്തകുമാരി പറഞ്ഞു, ഇവിടെ ഒത്തിരി ക്യൂ ഒക്കെ കാണുന്നുണ്ട്, ഒത്തിരി കൗണ്ടർ കാണുന്നുണ്ട്, എവിടെ പോയിട്ട് എന്താണ് ആദ്യം ചെയ്യേണ്ടത് എനിക്കൊരു പിടിയില്ല. പക്ഷേ എന്നെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോയി പുതുക്കി കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു, ഞങ്ങൾ വണ്ടി വിട്ട് പോകണമെന്ന്. അപ്പോൾ ഞാൻ അമ്മയെടുത്ത് തിരികെത്തിക്കണ സമയമായിരുന്നു. ഞാൻ പറഞ്ഞു ഇത്തിരി സമയം പാടി. അപ്പോൾ തന്നെ ഇത്ര പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് കൃത്യമാക്കി. ദൈവം സഹകരിക്കുന്ന രീതി കണ്ട. സത്യസന്ധരോട് ദൈവം കൃത്യമായിട്ട് സഹകരിക്കും. നിങ്ങൾക്കൊരു ഐഡിയയും വേണമെന്നില്ല. ഐഡിയ എല്ലാം അമ്മ തരും. നിങ്ങളെ കൊണ്ടു നടക്കണം അമ്മയായിരിക്കും. കൊണ്ടു നടന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്യിച്ച് പെട്ടെന്ന് വണ്ടി കയറി അവർ പോയി. ഒരുമിച്ചാണ് പോയത്. അതെന്നുവെച്ചാൽ നിങ്ങൾ അത് തന്നെ അപ്പം തന്നെ അവൾക്ക് മനസ്സിലായി അമ്മ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഉടമ്പെടുത്ത് 3 ചെന്ന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി 3-ാം ദിവസമായപ്പോൾ ശാന്തകുമാരി മകളുടെ കുഞ്ഞിനെ എടുത്ത് പുറത്ത് നിൽക്കുമ്പോൾ ഒരു വെള്ളി വെളിച്ചം മുമ്പിലൂടെ കടന്നു പോകും. അവൾക്ക് ആദ്യം അത് മനസ്സിലായില്ല. ഇല്യൂഷനും ഹാലുസിനേഷനൊന്നും അല്ലേ, പകൽ കാണുന്ന സംഭവമാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ വെളിച്ചം തന്നെ, ആ സിൽവർ ഗ്രേ വെളിച്ചം ഇവളുടെ മുമ്പിലൂടെ വീണ്ടും കടന്നു പോകും. 3-ാമത്തെ പ്രാവശ്യം കടന്നു പോകാൻ വരുമ്പോൾ ഇവൾ ഓടി വീട്ടിൽ കയറും. എൻ്റെ അമ്മയാണല്ലോ എൻ്റെ മുമ്പിൽ വന്നതെന്ന് പറയും. പിന്നെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവള് വെള്ളമില്ലല്ലോ, ആ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വരണ്ട മാസങ്ങളായിട്ട് വെള്ളമില്ലാത്ത കിണറ്റിൽ കൊണ്ടുപോയി കിണറ്റിൽ ഉപ്പിടും. ഉപ്പിട്ട് വെച്ചും കാര്യം കുഴക്കിണറാണ്, 300-350 അടി താഴെയുള്ള സാധനമാണ്, അവിടെ വെള്ളമില്ല. പക്ഷേ ഉപ്പ് കിണറ്റിൽ കൊണ്ടിട്ട്, കിണറ്റിൽ വെള്ളം ഇല്ലാത്ത സ്ഥലത്താണ് ഉപ്പ് കൊണ്ട് ഇടണത്. ബിഷോപ്രമാണം ചെല്ലും പോരും. കുറച്ച് കഴിഞ്ഞപ്പോൾ മോട്ടർ ആദേശം ചെയ്തിട്ട് മോളിൽ ടാങ്ക് കവിഞ്ഞ് വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ 3 ദിവസം വെള്ളം ഒഴുകിയപ്പോൾ 5:30 മണിക്ക് ഇവള് നാട്ടുകാരെല്ലാം വിളിച്ച് കേൾപ്പിച്ചു. ഫോണെടുത്ത് പറഞ്ഞ് അമ്മ വെള്ളം തന്ന് പറഞ്ഞ കാര്യം വെള്ളം ഇല്ലെന്ന് എല്ലാവർക്കും, ഇവിടെ വീട്ടിൽ വെള്ളമില്ലെന്നും ഇവർക്ക് ഒറ്റയ്ക്ക് കോരി തോന്നുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്നും വെള്ള ദുരന്തത്തിലാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയ സംഭവമായി. നമുക്ക് ചിലപ്പോൾ അത്രയും അത് അറിയത്തില്ല. അവിടെ അവർക്ക് മനസ്സിലായി പെട്ടെന്ന്. കാര്യം അവർ പറഞ്ഞു ഇപ്പോൾ 1 കൊല്ലമായിട്ടും ഒരു പ്രശ്നമേ ഇല്ല, കൃത്യമായിട്ട് വെള്ളം അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞത് മുറുക്കപ്പാമ്പിൻ്റെ കാര്യമാണ്. ആ സാധനത്തിന് 1 കൊല്ലമായിട്ട് കാണാനില്ലെന്ന്. മക്കളെല്ലാം തിരിച്ചു വന്നു, ആ നെഗറ്റീവ് എനർജിയൊക്കെ മാറി. മക്കളെല്ലാം തിരിച്ചു വന്നു. ഇളയൊക്കെ കാനഡയിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ കാര്യം ചെയ്തിട്ടും ശരിയാകത്തില്ല. ഇങ്ങനെ ഒടിഞ്ഞു കെട്ടിയൊരു വീട്ടിലാണ് താമസിക്കണത്. അത് മാറ്റണമെങ്കിൽ സാധാരണ ജോലി ചെയ്യാൻ പറ്റത്തില്ല, പോണമെന്ന് അമ്മയോട് പറഞ്ഞായിരുന്നു. അവളുടെ കാര്യം ശരിയായി, എല്ലാം പെട്ടെന്ന് ശരിയായി. ഞാനീ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലായി ഉണ്ടായത് എന്താ വെച്ചാൽ, അതായത് ശാന്തകുമാരി പറയുന്ന ഒരു സംഭവമുണ്ട്. ഈശ്വരന്മാരിലുള്ള വിശ്വാസം പോയായിരുന്നു എനിക്ക്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ലേ സംഭവിക്കണത്. ഇപ്പം ക്ലേശങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ക്ലേശങ്ങൾ ചില സമയം അത് നിങ്ങൾ ശ്രദ്ധിക്കണതല്ലായിരിക്കും. അവർ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ നിങ്ങൾ കൈയടിച്ചു, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത് എൻ്റെ ഈശ്വരവിശ്വാസം പോയായിരുന്നു എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞവർ എനിക്ക് ഈശ്വരവിശ്വാസം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ഞാൻ അത്രയും ക്ലേശത്തിലാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരവിശ്വാസം പോയെന്ന് പറയണത്. ഈ ഈശ്വരവിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് ആൾക്കാർ വരണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായത്, ഈ ഉടമ്പടിയിൽ ഇപ്പം കണക്ഷൻ പോയെന്ന് വിചാരിച്ചു. നമ്മുടെ കടങ്ങൾ കൊണ്ട്, നമ്മുടെ രോഗങ്ങൾ കൊണ്ട്, നമ്മുടെ വീട്ടിലെ മദ്യപാനം കൊണ്ട്, അല്ലെങ്കിൽ വഴക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ കേസുകൾ കൊണ്ട്, അയൽവാസികളുള്ള പടകൾ കൊണ്ട്, നമ്മുടെ തന്നെ ശരീരവേദന കൊണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ ചില സമയത്ത് നമ്മുടെ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഇത്ര വിശ്വാസമല്ല ശരിക്കും പറഞ്ഞാൽ പോണത് കണക്ഷൻസാണ് പോണത്. ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോകും. ഇങ്ങനെ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ അത് ആർക്കും പോകാം, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പോകാം, ഒരിക്കലും വിശ്വാസം ഇല്ലാതിരുന്നവർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം. കണക്ഷൻസ് പോകും. ഒന്നിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്തോന്നിനും ആരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, ഒരു ഫലവും ഇല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് കണക്ഷൻസ് പോകുക എന്ന് പറയുന്നത്. ശാന്തകുമാരി അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു, കണക്ഷൻസ് പോയ അവസ്ഥയിലായിരുന്നു. ഈ കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ
നമ്മുടെ ആരുടെ ഇപ്പം നിങ്ങളുടെ തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾ കണക്ഷൻസ് പോയിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി ചിലപ്പോൾ ഇനി ഇപ്പോൾ കുറേ പ്രാർത്ഥിച്ചിട്ട് കുറേ നാളായി, കുമ്പസാരിച്ചിട്ട് കുറേ നാളായി, പള്ളിയിൽ പോയിട്ട് കുറേ നാളായി, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് കുറേ നാളായി, നിങ്ങൾ കണക്ഷൻസ് പോയ ആൾക്കാരാണെന്ന് വിചാരിച്ചോ. അങ്ങനെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് ഇപ്പോൾ കറണ്ട് കമ്പി ഇപ്പോൾ ഫേസ് പോയി നോട്ടർ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലൈൻമാർ പറയത്തില്ലേ. അപ്പോൾ അവർ രണ്ടാമത് കൊണ്ടുവന്ന് അത് ഏണി വെച്ച് കയറി കെട്ടിയിട്ട് പീസ് കെട്ടിയെടുക്കും. പക്ഷേ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻസ് പോയാൽ പെട്ടെന്ന് ഫീസ് കെട്ടണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ അതിൻ്റെ ഐറ്റമുണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഐറ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം പറയുന്നത്. കണക്ഷൻസ് ആർക്കും പോകാം, ഏത് മതക്കാർക്കും പോകാം, പക്ഷേ അത് ഫീസ് കെട്ടണ ഐറ്റംസ് അവിടെ പ്രാർത്ഥനാ രീതി ഈ നാക്കുകൊണ്ടിട്ടുള്ള അടി കൊണ്ടൊന്നും കണക്ഷൻസ് ഉണ്ടാകത്തില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിനുള്ള മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എടുത്തേ. യോഹന്നാൻ 16:4. യോഹന്നാൻ 16:4. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇത് കണ്ടാ എന്ന് പറഞ്ഞേ, അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി അവരുടെ സമയം വരുന്നുമ്പോ തന്നെ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായ ഒരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സമയം എന്ന് പറയുന്നൊരു സമയമുണ്ട്, ടൈം ഓഫ് ദി ഈവിൾ. ഈ വല്യമ്മ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞ സംഭവം അതാണ്. ടൈം ഓഫ് ദി ഈവിൾ. എവിടെ തൊട്ടാലും കിണറ്റി നോക്കിയാൽ വെള്ളമില്ല, ബാധ തുറന്നാൽ മുറുക്കം പാമ്പ്, മക്കൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റണില്ല, ഇങ്ങനെ എല്ലാം അവരുടെ സമയം. ഇങ്ങനെ നമ്മളെ കാണുന്നവരെല്ലാം നമ്മൾ ശത്രുക്കളായി കരുതുന്നു. ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ നമ്മളെ കല്യാണത്തിന് പോലും വിളിക്കണില്ല, അവർ നമ്മൾ ഒഴിവാക്കുന്നു. അവരുടെ സമയം. ഒരു മനുഷ്യപ്രജയാണെങ്കിൽ ഈ അവരുടെ സമയമെന്ന് ഈശോ പറയുന്ന തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയമുണ്ട്. തിന്മയുടെ ശക്തിയുടെ താണ്ഡവ സമയം നമുക്ക് അതൊരു ഇന്നോവേറ്റീവ് ഈബിൾ പോലെയാണ്, ഒഴിവാക്കാൻ പറ്റാത്തൊരു തിന്മയാണ്. ഇത് വന്നു കഴിയുമ്പോഴാണ് ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. മനസ്സിലായില്ലേ? ഇവനാണ് ലൈൻ കട്ട് ചെയ്ത് കളയണത്. അവിടെ സമയത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ IELTS ചിലപ്പോൾ 2 പ്രാവശ്യം തോക്കും, 3 പ്രാവശ്യം തോക്കും, 4ാമത്തെ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ എല്ലാവരെയും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിള്ളേരെന്നെ നാടിക്കയറി പിടിക്കും. നമ്മൾ എന്തടി അച്ഛാ ഇനി എഴുതത്തില്ല കേട്ടാ, എഴുതാൻ കാശില്ലെന്ന് പറയും. പപ്പ എഴുതാൻ വിടത്തില്ല. കാര്യം വേറെ ഒരു അത് കർത്താവിൻ്റെ കയ്യൊക്കെ പിടിക്കണ പോലെ അവസാന പിടുത്തവാ, മുങ്ങിച്ചാകാൻ പോകണമെന്ന് പിടിക്കത്തില്ലേ. അതുപോലെ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം കൊച്ചുങ്ങൾ കയറി കയ്യൊക്കെ എടുക്കും. അച്ഛാ എന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കവളൊക്കെ വിധവ പറയും ഇനി എഴുതത്തില്ല, എഴുതാൻ കാശില്ല, പപ്പ എഴുതിക്കത്തില്ല, കുടുംബം തീർന്ന് ഞങ്ങൾ തീരുകയാണെന്ന് പറയും. ഞാൻ നിങ്ങൾ തീരത്തില്ലെന്ന് പറയും. ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് പറയും അവർ തീരാൻ പോണ്, തീർക്കരുതെന്ന് പറയും. എന്താ, അവർ ഈ മണ്ണിൽ ചവിട്ടിയിട്ടുണ്ട്, നിന്റെ പ്രത്യക്ഷകനെ അവർ അംഗീകരിച്ച് പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, അവർ തീരത്തില്ല. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സന്നിധാനം ആയിട്ടാണ് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനലക്ഷങ്ങളെ പ്രാർത്ഥിക്കുന്ന കാരണം അമ്മ ഈ ഒരു രൂപത്തിൻ്റെ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ അനുഭവം എന്ന് പറയുന്നത് ആഷ്ബിയ എന്ന് പറഞ്ഞൊരു ദമ്പതികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം കിടപ്പുണ്ടവരുടെ ആഷ്ബിയയും ഹസ്ബൻഡും ആണ് സാക്ഷ്യത്തിലുള്ളത്. അവിടെ സാക്ഷ്യം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. കാര്യം അമ്മ ജീവനോടെ അൾത്താറയിൽ വിളങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഞാൻ ആ സന്നിധാനത്തിലാണ് നിങ്ങളുടെ ജപ്തി നടപടിയും നിങ്ങളുടെ ആശുപത്രി ചീട്ടൊക്കെ വെക്കണത്. നിങ്ങളെക്കൊണ്ട് ഞാൻ വെപ്പിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് ബോധവും ബുദ്ധിയും ഇല്ലാതെ എല്ലാവരും വെക്കണ കാരണം എല്ലാവരും കൊണ്ട് വെറുതെ ചുമ്മാ കൊണ്ട് വെച്ചിട്ട് പോകും. ഞാൻ വെക്കുമ്പോൾ അതിൻ്റെ ഫോർമുല അനുസരിച്ചിട്ടാണ് വെക്കണത്. എന്താണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെ പ്രത്യേക പ്രെയറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഞാൻ ആൾക്കാരെ കയറ്റാത്തതിൻ്റെ കാരണം. ആരാ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അവരെ മാത്രമാണ് ആൾക്കാരെ കയറ്റത്തുള്ളൂ. ഈ ആഷ്ബിയുടെ സാക്ഷ്യം എന്താ? ആഷ്ബിയുടെ സാക്ഷ്യം ആഷ്ബിയും ഭർത്താവും 9 കൊല്ലമായിട്ട് വർഷങ്ങളായിട്ട് അവർ അവിടെ അമേരിക്ക താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് മക്കളില്ല. അതാണ് അവരുടെ പ്രശ്നം. അമേരിക്ക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അവസാന വാക്കായിട്ടിരിക്കുന്ന ഒരു രാജ്യത്ത് 9 കൊല്ലം മക്കളില്ലെന്ന് വെച്ചാൽ അവർക്ക് മക്കളുണ്ടാകത്തില്ല. IVF എല്ലാവരും എടുത്തു. അവസാനം അവരുടെ സായപ്പ് ഡോക്ടർ തന്നെ പറഞ്ഞു ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനേ ഉള്ളൂ. എന്താ കാര്യം? അഡോപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ എല്ലാവരോടും നീതിയോടുകൂടി പെരുമാറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ടാ ചിന്തിച്ചുകൊണ്ട് പോകണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഇവരുടെ വിഷയം കണ്ടല്ലേ, അവരുടെ തീരുമാനം എടുത്തു ഞങ്ങൾ അഡോപ്ഷൻ തയ്യാറല്ലെന്ന്. അപ്പോൾ അവരോട് അമേരിക്ക വെച്ച് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ വരുന്ന കാലത്ത് കൃപാസന മാതാവിനെ കണ്ടാൽ ഈ വിഷയത്തിൽ ശാസ്ത്രം എന്ത് പറഞ്ഞാലും, കാര്യം അവരുടെ ബോഡിയിൽ, ആ ലേഡിയുടെ ബോഡിയിൽ എന്തോ ഒരു ആൻറ്റി കണ്ടൻ്റ് ഉണ്ട്. അത് കാരണമാണ് അവർക്ക് ജന്മത്തിൽ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല. അതാണ് സയൻസിൻ്റെ ഒരു നിഗമനം എന്ന് പറയണത്. സയൻസിൻ്റെ മുകളിലാണ് വിശ്വാസം എന്ന് പറയണത്. കാര്യം സയൻസ് കൈകാര്യം ചെയ്യണത് മനുഷ്യൻ്റെ ബുദ്ധിയും, വിശ്വാസം കൈകാര്യം ചെയ്യണത് ദൈവത്തിൻ്റെ ശക്തിയുമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പേര് ആൻസി ജോർജ്. ഞാൻ ഇടുക്കി ജില്ലയിലെ മുള്ളരിങ്ങാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും 2019 നവംബർ 27 തീയതിയാണ്. എൻ്റെ ഉടമ്പടിയിലെ 6 നിയോഗങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ നടുവേദന. ഒരുപാട് വർഷങ്ങളായി ഭയങ്കര നടുവേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. ജോലി സമയം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴൊക്കെ ഭയങ്കര നടുവേദനയായിരിക്കും. അപ്പോൾ കെട്ടിടത്തിൻ്റെ പണിക്കൊക്കെയാണ് പോകുന്നത്. ഞാനാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങൾ ഹസ്ബൻഡ് തന്നെ വേണം ചെയ്യാൻ എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ജോലി ചെയ്ത് വരുന്ന സമയത്ത് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഇരുന്നിട്ട് നിവരണ സമയത്ത് മൊത്തം നിവർന്ന് പോരാൻ പറ്റത്തില്ല. അതുപോലെ നടുവേദനയായിരിക്കും. ആൾ നടുവിങ്ങനെ കുഞ്ഞി നിൽക്കും പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. മാതാവേ, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഞങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണേ ചേട്ടായി, ജോലിക്ക് പോകണം. ഈ അവസ്ഥ ഞാൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ മാസം ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ധ്യാനത്തിൽ ആ ആരാധനയുടെ സമയത്ത് ഞാൻ വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടായി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മാതാവിൻ്റെ അടുത്ത് പറയണം, നടുവേദനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അമ്മ സൗഖ്യപ്പെടുത്താതിരിക്കില്ല. ഞാനിവിടെ വന്നപ്പോൾ പ്രത്യേകം ഞാൻ ഓർത്തു. ആരാധനയുടെ സമയത്ത് ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്, മാതാവേ നീ സൗഖ്യം തരണം, എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണം, ജോലിക്ക് പോകാതെ ഞങ്ങൾക്ക് വയ്യ. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഞങ്ങളിവിടുന്ന് പോയി. പിന്നീട് ഞങ്ങളിവിടുന്ന് പോയിട്ട് പിന്നീട് അടുത്ത ദിവസങ്ങളിലൊന്നും ചേട്ടാ ഈ നടുവേദനയുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അധികം കട്ടിപ്പണിയൊന്നും അല്ലാതെ ഇരുന്നിട്ടായിരിക്കാം എന്ന് വിചാരിച്ചു. എന്നിരുന്നാലും എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, അമ്മ നടത്തി തരും, അമ്മ സൗഖ്യപ്പെടുത്തും. എൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പാകെ എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ച് എനിക്ക് സാധിച്ചു തരും എൻ്റെ ആവശ്യങ്ങളിൽ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്നും ഇത്രയും ദൂരം ഇടിക്കുന്ന അവിടുന്ന് ഇവിടം വരെ വന്ന് യാത്ര ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ പിറ്റേന്ന് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പോൾ ചേട്ടായിക്ക് നടുവേദനയൊന്നുമില്ലേ? നമ്മൾ വണ്ടിയിലിരുന്ന് അത്രയും ദൂരം പോയിട്ട് വന്നതല്ലേ, ഒരു പ്രശ്നം തോന്നിക്കുന്നില്ലേ? അപ്പം എന്നോട് പറഞ്ഞു, ശരി ആൻസി, എനിക്ക് നടുവിനൊരു പ്രശ്നം തോന്നിക്കുന്നില്ല, എനിക്ക് നടുവേദനയൊന്നുമില്ല, എനിക്കിത് ഈ പ്രാവശ്യം പോയിട്ട് വന്നിട്ട് ഒട്ടും നടുവേദനയില്ല, എനിക്ക് അങ്ങനെ തോന്നിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഈ വിഷയത്തേമേൽ ഇടപെട്ടു. തിരുക്കുമാരൻ ഞങ്ങൾക്ക് സൗഖ്യം തന്നുവെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ നടുവേദന എന്നൊരു പ്രശ്നം ചേട്ടായുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ പരിശുദ്ധ അമ്മ ഞങ്ങളോട് കൂടെ നിന്ന് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളെ സഹായിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടും. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോയപ്പോൾ പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചു, അമ്മേ എൻ്റെ കൂടെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോരണം. കാരണം ഞാൻ വലിയ ബലഹീന പാത്രമാണ്. എനിക്ക് ഈ ഉപവാസമൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. ഭക്ഷണം കഴിക്കാതിരുന്നാൽ പെട്ടെന്ന് ക്ഷീണം വരും, മേൽ വരയ്ക്കും പോലെയൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളാണ്. എന്നാൽ എനിക്കിത് ഉടമ്പടി എടുത്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ഉടമ്പടി എടുത്ത നിമിഷം മുതൽ ഭയങ്കര ഭയം തോന്നി. ഈശോയുടെ നമുക്കൊരു എല്ലാ കാര്യങ്ങളോടൊരു ഭയം, എനിക്കിത് കൃത്യമായിട്ട് ചെയ്യണം, ഉടമ്പടി ഉഴപ്പിയാൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഉപവാസം എടുക്കണം. അന്ന് മുതൽ ആ ചൊവ്വാഴ്ച പോലെ ഞാൻ ഉപവാസം എടുത്തു തുടങ്ങി. അപ്പോൾ എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കും. ഉപവാസ ദിവസം മിക്ക ദിവസവും ഞാനും ചേട്ടായും കൂടി പത്രം കൊടുക്കാനൊക്കെ ഇവിടെ വന്നിട്ട് പോകുന്നതിൻ്റെ പിറ്റേന്ന് പത്രം കൊടുക്കാനൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഒരു നേരം ഭക്ഷണം മുടക്കണം എന്ന് പറഞ്ഞ ഉപവാസം
ഞാൻ അന്ന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറഞ്ഞത് കൗൺസിലർ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഒന്നിനും ഒരു കുറവ് വരരുത് എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയും കഴിക്കാതെ ഉപവാസം എടുത്ത് അന്ന് പിറ്റേ ദിവസം വൈകുന്നേരമാണ്, തലേ ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുക. അത്രത്തോളം എനിക്ക് ഭംഗിയായിട്ട് ഉപവാസം കൊണ്ടുപോകാൻ 90 ദിവസം എന്നല്ല, ഒരു വർഷത്തോളം ഞാൻ അങ്ങനെ ആ ഉടമ്പടി തുടർന്നു കൊണ്ടുപോയി. എന്താവശ്യം വന്നാലും എന്ത് രോഗം വന്നു കഴിഞ്ഞാലും ഇവിടുന്ന് തന്നിരിക്കുന്ന നേർച്ച വസ്തുക്കൾ ഞാൻ പെട്ടെന്ന് എടുത്ത് കുഞ്ഞുങ്ങൾക്കാണേലും കൊടുക്കും. എൻ്റെ കാര്യമാണേലും ഞാൻ പെട്ടെന്ന് അതെടുത്ത് ഉപയോഗിക്കും. പെട്ടെന്ന് അസുഖങ്ങൾ മാറും. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിലൊരു വിഷയമായിരുന്നു പട്ടയം. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ പട്ടയം, ആ സ്ഥലത്തിന് പട്ടയം ഇല്ലായിരുന്നു. ഈ പട്ടയം ഇല്ലാത്തതിൻ്റെ പേരിൽ സർക്കാരിൽ നിന്നുള്ള എൻ്റെ വീട് എനിക്ക് കിട്ടാതെ പോയി. ഞങ്ങൾക്ക് ഒരു ഷെഡ് വെച്ചാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പട്ടയം ലഭിക്കാതെ ഇല്ലാത്ത വസ്തുവിന് വീട് തരില്ല. അപ്പം ഞങ്ങൾക്ക് ആ വീട് ഒഴിവായി പോയി കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധി അമ്മയെ, അമ്മ ഈ വിഷയത്തിന്മേൽ ഇടപെടണം. ഈ കാശ് രൂപം കൊണ്ട് ഞാനൊരു ദിവസം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തൊടുപുഴയാണ് പട്ടയത്തിൻ്റെ ഓഫീസ്. അങ്ങോട്ട് ഞാൻ കടന്നു വന്നപ്പോൾ പറഞ്ഞു, അമ്മേ അന്ന് കൊടുത്തേക്കണ അപേക്ഷ ആ ഇടയ്ക്ക് 10-15 പേരുടെ അപേക്ഷ പാസ്സായി വന്നെങ്കിലും എൻ്റെ അപേക്ഷ അതിനകത്ത് വന്നില്ല. പിന്നെയും കിടക്കണം 15 പേര് കൂടുതൽ. ഞാൻ പറഞ്ഞു, അമ്മേ ഇതിന് പട്ടയം കിട്ടിയില്ലെങ്കിൽ സർക്കാർ ഇനി അടുത്ത പേരെ തരുമ്പം എനിക്ക് വീട് കിട്ടില്ല, വേറെ സ്ഥലം വാങ്ങാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾക്കില്ല. അമ്മ ഈ വിഷയത്തിന്മേലെ ഇടപെടണം. അമ്മ ഈ കാശ് രൂപം കൊണ്ട് പോയി എന്താവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അമ്മ ഞങ്ങൾക്ക് മുന്നേ പോയി സംസാരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. ഞാൻ ഈ കാശ് രൂപം കൊണ്ട് ഓഫീസിലേക്ക് ചെന്നു. അമ്മയോട് പറഞ്ഞു, എവിടെയോ പേപ്പർ എൻ്റെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതെന്ന് വെച്ചാൽ, കാണാതിരിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം അമ്മ ചോദിച്ച് പറഞ്ഞ് എനിക്ക് സാധിച്ചു തരണം. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സാർ ചോദിച്ചു, എന്താണ് വന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ പട്ടയത്തിൻ്റെ അപേക്ഷ കൊടുത്തിട്ട് ഒരു തീരുമാനമില്ല സാറേ, എനിക്ക് വീട് അനുവദിക്കണമെങ്കിൽ പട്ടയം ഇല്ലാതെ പറ്റത്തില്ല. സാധാരണ ഒരു 5-6 പ്രാവശ്യമൊക്കെ കയറി ചെന്നാലാണ് നമ്മുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അവർ ശ്രദ്ധിക്കുക. അപ്പോൾ സാറ് പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ പേപ്പർ അവിടെ നോക്കി. അപ്പോൾ ബാലൻസ് കിടക്കുന്ന 10-15 പേരിൽ ആരുടെയും ശരിയായിട്ടില്ല, ഞാൻ മാത്രമാണ് അന്ന് പോയിരിക്കുന്നത്. അപ്പോൾ പേപ്പർ നോക്കി. അന്നത്തെ ദിവസം ആ ഒരു സെക്ഷൻ പേപ്പറെല്ലാം ഭംഗിയായി ചെയ്തു. പിറ്റേ ദിവസം ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിത് തന്നെ ഒന്നും ചെയ്യാൻ പോകാനെടുക്കാനൊന്നും അത്ര അറിയില്ല, ചേട്ടനെ കൂട്ടിയെ പോയത്. അമ്മ അത് സംസാരിക്കണം സാറിനോട്, എന്നെ ഒത്തിരി അവധിക്ക് ഇങ്ങനെ നടത്തരുത്, പട്ടയത്തിൻ്റെ കാര്യം ഒത്തിരി പോകണമെന്ന് പറയണേ, എനിക്ക് ആ പേപ്പർ ശരിയാക്കി തന്നെ. കാശ് രൂപം പിടിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം വളരെ സങ്കടത്തോടെ ഞാനിങ്ങനെ പറയും, അമ്മ ഒന്ന് പറ സാറിനോട്, എനിക്ക് അറിയാൻ പാടാത്ത മേഖലകളൊക്കെ ഇത്. അപ്പം അങ്ങനെ സംസാരിച്ച് ഞാൻ പരിശുദ്ധി അമ്മയോട് സംസാരിച്ചിട്ട് കയറിയിരിക്കുമ്പം സാർ എന്നോട് പറയുക, മോളെ നീ ഇതിനായിട്ട് ഇനി എത്ര ദിവസം വന്നാലാ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് വന്നിട്ട് നാളെ നീ വരേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നാളത്തെ പേപ്പറും കൂടി, ഇന്ന് ഹസ്ബൻഡ് കൂടെ ഉണ്ടല്ലോ, നീ തന്നെ ചെയ്യണ്ട. അപ്പോൾ ഈ നാളത്തെ പേപ്പർ കൂടി ഇന്ന് നമുക്ക് ശരിയാക്കി വെക്കാം. സാധാരണ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചെന്നാൽ നമ്മളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ അമ്മ കൃത്യമായിട്ട് ഇടപെട്ടു. പിറ്റേ ദിവസം കൂടെ പോയി ചെയ്യേണ്ട പേപ്പർ ഒറ്റ ദിവസം എനിക്ക് എല്ലാം ഭംഗിയായിട്ട് സാറ് ചെയ്തു തന്നു. അത് ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ മുമ്പായിട്ട് ആ പേപ്പറെല്ലാം ശരിയാക്കി, സ്ഥലം പോക്കുവരവ് ചെയ്ത് ചെല്ലാനടച്ച എല്ലാ പേപ്പറുകളും ശരിയാക്കി പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. ആ സെക്ഷനിൽ 10-15 പേര് ഇനി അപേക്ഷകരായിട്ട് നിൽക്കുന്നു. എൻ്റെ ഒരാളുടെ അപേക്ഷ മാത്രമാണ് അത് പരിഗണിച്ച് അത് പൂർത്തീകരിച്ച് തന്നത്. അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. തിരുകുമാരനും മാതാവിനും അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ 2019 ഒക്ടോബർ 20 ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അന്ന് ഞാൻ. കാരണം ചില പ്രശ്നങ്ങളിൽ കൂടിയാണ് അന്ന് ഞാനിവിടെ കടന്നു വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ലിസി എന്ന് പറയുന്ന ചേച്ചിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ തൊണ്ടയിൽ ഞാൻ ചെറുപ്പം മുതലേ പള്ളി ശുശ്രൂഷയിൽ കൊയറൊക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് എനിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. തമ്പുരാൻ തന്നേക്കണ കഴിവ് അതൊക്കെ ഉപയോഗിച്ച് ഞാൻ കൃത്യമായിട്ട് ഭംഗിയായിട്ട് എന്നാലാവുന്ന രീതി ഞാൻ ചെയ്തു പോയതാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ എൻ്റെ തൊണ്ടയ്ക്ക് സൈഡിൽ വേദന ഉണ്ടാവുകയും എൻ്റെ സൗണ്ട് അടയാനും തുടങ്ങി. അത്ര കാര്യമാക്കിയില്ല. ആ സൗണ്ട് അടവ് ഓരോ ദിവസം കൂടി വന്ന് അപ്പോൾ ഓരോരുത്തരും എന്നോട് ചോദിക്കുക, ആൻസി തൊണ്ടയ്ക്ക് എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴാണ് ഞാൻ തിരിച്ചറിയണേ എൻ്റെ തൊണ്ടയ്ക്ക് അത്രമേൽ പ്രശ്നമുണ്ട്. കാരണം എല്ലാവരും എന്നോട് ചോദിക്കുക, ഓരോ ദിവസം ചെല്ലുന്നോടത്ത് കൂടി വരുന്ന അല്ലാണ്ട് ഒരു പ്രത്യേകത കുറവൊന്നും ഞാൻ കണ്ടില്ല. അപ്പം ഒരു 1.5 വർഷത്തോളമായി. അപ്പം എനിക്ക് തോന്നി എനിക്കെന്തോ വേറെ എന്തോ അസുഖമാണ്.
അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പേര് ഞാൻ ആകെ ഭാരപ്പെട്ടാണ് നടക്കുന്നത്. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയും, ചേട്ടായി എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലൊന്നും പോവണ്ട. കാരണം എനിക്ക് പേടിയാണ്, എന്തെങ്കിലും പെട്ടെന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാണ്, 6 വയസ്സും 8 വയസ്സൊക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ എങ്ങനെ ഞാൻ വളർത്തുക എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം സൗണ്ട് കട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്, സംസാരിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ കട്ടായി പോവാണ്. അപ്പോൾ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ എല്ലാവരും പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ എനിക്ക് പാടാൻ പറ്റത്തില്ല, എൻ്റെ സൗണ്ട് കട്ടായി പോകാറുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് ചാരി ഇരുന്ന് കരയും, എൻ്റെ മാതാവേ നിനക്ക് വേണ്ടി പാടാൻ, ഈശോയെ നിനക്ക് വേണ്ടി പാടാനെങ്കിലും എൻ്റെ ഈ സൗണ്ടൊന്നും എനിക്ക് തിരിച്ചു തരണം. കാരണം ഉണ്ടായിരുന്ന നാളിൽ നമുക്കിത് അതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല, നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ അതിൻ്റെ വേദന വലുതാണ്. ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് തിരിച്ചു തരണം, ഈശോയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുക. ചേട്ടായി പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, എനിക്കത് കേൾക്കാനുള്ള ശക്തിയില്ല, എന്തോ പ്രശ്നമുണ്ട്. അതെന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അത് അലട്ടി ഏറ്റവും അവസാനം ഞാൻ ഒരു കുടുംബത്തിൽ ഭയങ്കര ഒരു സമാധാനക്കേടെന്ന് പറഞ്ഞ രീതിയിൽ ചേട്ടായിനോട് ഞാൻ എപ്പോഴും ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളിക്കും ടെൻഷനാണ്. ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ ഇത് പറയുന്നത്. എന്നുവെച്ചാൽ എൻ്റെ തൊണ്ടയ്ക്ക് വേദനയുണ്ട്, എന്നെ അത് അത്രമേൽ ഭരിക്കുകയാണ് ഈ പ്രശ്നം. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ്റെ വൈഫ് വരുന്നു, ലിസ് ചേച്ചി വരുന്നു. മോളെ നീ വിഷമിക്കണ്ട, ഞാൻ ഈ പ്രശ്നം പറഞ്ഞു. മോളെ നീ വിഷമിക്കണ്ട, ദേ ഞാനിങ്ങനെ കൃപാസനത്തിൽ പോകുന്നുണ്ട്, മോൻ ഒരു കാര്യം ചെയ്യുക, അടുത്ത മാസത്തിൽ എൻ്റെ കൂടെ വാ എന്ന് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വരുന്നില്ല, 7 മക്കളിലെ ഏറ്റവും ഇളയതാണ് ഞാൻ, ഇത്രത്തോളം ആയിപ്പോവെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അത് പറയുമ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, വിഷമിക്കണ്ട, നീ വിഷമിക്കണ്ട, പരിശുദ്ധ അമ്മയുടെ വിടും, ഞാനവിടെ പോയി കണ്ടെടുത്തോളും, ഒരുപാട് രോഗങ്ങളൊക്കെ ഭേദമാവുന്നുണ്ട്, മോൻ വാ, അടുത്ത മാസം കൃത്യമായിട്ട് എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. വലിയ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ വരുന്നത്. കാരണം പറഞ്ഞ ഒരു വാക്കിൻ പുറത്ത് പരിശുദ്ധ അമ്മ അന്നേരം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ വലിയ പ്രതീക്ഷയോടെ അങ്ങോട്ട് വരുന്നത്. അവിടെ വന്ന് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും കാപ്പി കുടിക്കാനൊക്കെ കയറിയ സമയമുണ്ടല്ലോ. എനിക്ക് അങ്ങനെയല്ല, ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറയുന്ന ആൾക്കാരിലേക്ക് ഓടി വരാനാണ് ആഗ്രഹം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കാണ്. ഓടി വന്ന് ഇവിടെ കയറി നോക്കിയപ്പോൾ അമ്മേനെ കാണാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ എല്ലാവരെയും കാണുമ്പോൾ അമ്മ എന്നെയും കൂടി പരിഗണിക്കണേ, എൻ്റെ അവസ്ഥ ഇതായി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സമാധാനമായിട്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണം. കാരണം ഞാൻ മുഖാന്തരം ചേട്ടായിക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും വിഷയം പറഞ്ഞു പോവാ. ചിലപ്പോൾ മോനെ വിളിച്ചെണിച്ചിരുത്തിട്ട് ഞാൻ പറയും, മോനെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം എൻ്റെ കൊച്ചു പറയും, മമ്മിക്ക് ഒന്നും വരത്തില്ല, ഞാൻ പ്രാർത്ഥിക്കുക. കാരണം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാ, 5 വർഷത്തിന് ശേഷം പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാ. അപ്പം മോൻ പറയും, ഒന്നും വരത്തില്ല മമ്മി, വിഷമിക്കണ്ട എന്ന് പറയും. പക്ഷേ എൻ്റെ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നത്തിലാണെന്ന് ആർക്കും അറിയില്ല. ഞാൻ അങ്ങനെ അതാരോടും പറയാറില്ല. ഞങ്ങൾ 3 പേര് മാത്രം ഷെയർ ചെയ്യുന്ന വിഷയങ്ങൾ, ഞാനും കൊച്ചും ചേട്ടായി. അങ്ങനെ ഞാനിവിടെ വന്നു. അന്നത്തെ ആരാധന നടക്കുകയാണ്. അപ്പം എനിക്ക് തൊണ്ടയ്ക്ക് ശരിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. 3-ാം നിലയിലാണ് സ്ഥലം കിട്ടിയത്. ഭയങ്കര തിരക്കാണ്. ഞാൻ വളരെ സങ്കടത്തോടു കൂടി ആ ടി വിയിലേക്ക് നോക്കി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇടയ്ക്ക് TV കട്ടായി പോകുന്നുണ്ട്, ഇടയ്ക്ക് അത് വന്ന് നന്നാക്കുന്നു. അപ്പം എനിക്ക് ബുദ്ധിമുട്ടാണ്. അമ്മ എന്നെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പം അന്ന് 2019 ഒക്ടോബർ 20-ാം തീയതിയാണ്. അന്നത്തെ ആരാധന സമയത്ത് ആദ്യം രോഗികൾക്കുള്ള സൗഖ്യപ്രാർത്ഥന നടക്കുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്, നടുവേദനക്കാരെ ദൈവം സൗഖ്യപ്പെടുത്തുന്ന കാര്യവും എല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത്, തൊണ്ടയുടെ ഉള്ളിൽ എന്തോ അസുഖമുള്ള വ്യക്തിയെ ദൈവം കാണിക്കുന്നുണ്ട്. എന്താ അസുഖമാണെന്നും മനസ്സിലാവുന്നില്ല. തൊണ്ടയുടെ ഉൾഭാഗവും കുറുനാക്കും കാണിക്കുന്നുണ്ട്. ആ വ്യക്തിനെ ഈശോ തൊടുന്നു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ നിമിഷം അവിടെ എന്നിട്ട് പറഞ്ഞു, ഈശോയെ തൊണ്ടയിൽ ക്യാൻസർ സ്ഥിരീകരിച്ച ഒരുപാട് പേര് ഇവിടെ കാണും, രക്ഷപ്പെടുന്ന ഒരു വിശ്വാസത്താൽ അവർ ഓടി വന്നത്. അവർ നീ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തിയിട്ട് എൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും നീ തിരിച്ചു പോകുമ്പോൾ അമ്മ എന്നെ ഒന്ന് നോക്കണേ, എൻ്റെ ഈശോയെ എന്നെ ഒന്ന് നോക്കി എന്നെ സൗഖ്യപ്പെടുത്തണേ, നിൻ്റെ ഒരു നോട്ടം മതിയല്ലോ എന്ന് പറയുന്ന നിമിഷം പെട്ടെന്ന് ഒരു ശക്തി എന്നിലേക്ക് വന്നടിക്കുകയും ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തീർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ശക്തി എന്നിലേക്ക് വന്നടിച്ചു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ തൊണ്ടയിൽ എന്തൊരു ബുദ്ധിമുട്ട് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവന്ന ചേച്ചിയോടും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞു, ദൈവം എന്നെ തൊട്ടിട്ടുണ്ട്, എൻ്റെ തൊണ്ടയ്ക്ക് എന്തൊരു വ്യത്യാസം തോന്നുന്നു. ഒരു അടപ്പെടുത്ത് മാറ്റുന്ന രീതിയിൽ ആ അടഞ്ഞിരുന്ന ഒരവസ്ഥ തുറവിയിലേക്ക് എനിക്ക് ഫീൽ ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ തൊണ്ടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. തിരിച്ച് ഞാൻ പോയപ്പോൾ ആ വണ്ടിയിൽ ഈശോയുടെ പാട്ട് പാടി പ്രാർത്ഥിച്ചാണ് ഞാൻ പോയത്. അതിനുശേഷമുള്ള 8 നോമ്പ് പെരുന്നാളിന് നല്ലൊരു പാട്ട് കുർബാന ചെയ്യാൻ എന്നെ ദൈവം അനുവദിച്ചു. അന്നു മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളുമില്ല.
അങ്ങനെ ദൈവം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ആ സങ്കടങ്ങളിൽ നിന്ന് പരിശുദ്ധി അമ്മ മുഖാന്തരം തിരുകുമാരൻ ഞങ്ങളെ രക്ഷിച്ചു. അതെൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതുകൂടാതെ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുമായിരുന്നു. ആ സമയത്ത് കുഞ്ഞെന്നോട് ചോദിച്ചു, കൈ സ്റ്റിച്ചിട്ട് കെട്ടി വെച്ചിരിക്കുക സമയത്ത് കുഞ്ഞെന്നോട് ചോദിച്ചു, മമ്മി എനിക്ക് വെള്ളം വേണമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ കൈയും വെച്ചുകൊണ്ട് വെള്ളം അടുപ്പത്ത് വെച്ച് ചായ ഇട്ട് പെട്ടെന്ന് അവന് എടുക്കാൻ വേണ്ടി ഈ ചായ വാങ്ങി ഞാൻ ഇറങ്ങുന്ന സമയത്ത് അടുക്കളയിലേക്ക് ഓടി വന്ന് എന്തോ താഴെ കിടക്കുന്നത് കുനിഞ്ഞെടുക്കാൻ ശ്രമിച്ചു. ഞാനും ഞെട്ടിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് പാത്രം കുഞ്ഞിൻ്റെ തലയിലേക്ക് വീണ് തല മുതൽ പൊള്ളിയിട്ട് ഈ ശിരസിൻ്റെ അവിടെ മുതൽ ഇങ്ങനെ കൊമളം വന്നിരിക്കുക. നെറ്റിയേല്, ചങ്കത്ത്, വയറ്, കാലിലൊക്കെ കൊമളച്ചിട്ടുണ്ട്. കൊച്ചു നിലത്തിടന്ന് തുള്ളുക. അപ്പം പറഞ്ഞു, മമ്മി കൃപാസനത്തിൻ്റെ ലോക്കറ്റൊന്നും എന്നെ എനിക്ക് എടുത്തുകൊണ്ട് തന്നെ. ഞാൻ ഓടിപ്പോയി ചെന്ന്, കാരണം ഞങ്ങളുടെ വിശ്വാസം ഉടമ്പടി എടുത്ത പിന്നെ എന്നും എൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. ഓടിച്ചെന്ന് ഞാൻ കൃപാസനത്തിൻ്റെ ലോക്കറ്റ് എടുത്ത് കുഞ്ഞിൻ്റെ കൈ കൊടുത്തിട്ട് എണ്ണ എടുത്തുകൊണ്ടെന്ന് നെറ്റിയെ തൊടുവിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഒന്നും വരത്തില്ല, വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് എല്ലാം കൊമളച്ചു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് ഒരു തരം എണ്ണയാണ് അവരിടുന്നത്. ഇത്രയും പൊള്ളിയ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ കുഞ്ഞ് കരഞ്ഞാൽ ഒരിക്കലും കിടന്നുറങ്ങാം, അത് കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ കൊമളച്ചൊക്കെ എൻ്റെ കുഞ്ഞ് നമുക്കൊരു ഇത്തിരി പൊള്ളിക്കഴിഞ്ഞാൽ എത്ര വേദനയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ തല മുതലിങ്ങനെ പപ്പടം കൊമളച്ചോണ്ട് ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പരിശുദ്ധി അമ്മേ, വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടപ്പോൾ ഒരു എണ്ണയാണ് അവർ തന്നത്. വീട്ടിൽ കയറ്റിക്കൊണ്ടപ്പോൾ ഞാൻ കട്ടിലേൽ ഈ മാസികയെല്ലാം വിരിച്ച് ഞാൻ ഇട്ടിട്ട് അതിൻ്റെ മേളിലൊരു വെള്ളത്തുണി വിരിച്ചിട്ട് ഞാൻ കുഞ്ഞിൻ്റെ ഉടുപ്പൂരി അതേലേക്ക് എടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, എൻ്റെ പരിശുദ്ധ കൃപാസന മാതാവേ, എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണിത്. എങ്ങനെയായിരുന്നാലും എൻ്റെ കുഞ്ഞിന് പൊള്ളുവാണെന്ന് പറഞ്ഞ് കരയുന്നത് കേൾക്കാൻ എനിക്ക് വയ്യ. അത് കാരണം അമ്മ ഒരു കാര്യം ചെയ്യണം, എൻ്റെ കുഞ്ഞിനെ പൊള്ളലറിയിക്കരുത്. ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞ് പൊള്ളുവാന്ന് പറഞ്ഞ് കരയാൻ നീ അനുവദിക്കരുത്, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച് കുഞ്ഞിനെ അവിടെ കിടത്തി. അതുപോലെ കൊമളിച്ച് ചങ്ക, കാല്, വയറൊക്കെ കൊമളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ കുഞ്ഞിനെ അവിടെ കിടത്തി പ്രാർത്ഥിച്ചു. 3 ദിവസം ഉറക്കമുളച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഉറങ്ങുന്നില്ല, പകലും രാത്രിയൊക്കെ. നമ്മുടെ ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനൊക്കെ ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. ആ പൊള്ളിയ നിമിഷം മുതൽ എൻ്റെ കുഞ്ഞ് പൊള്ളലറിഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞ് എനിക്ക് പൊള്ളോ മമ്മി എന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ പറയും, മമ്മി എനിക്ക് ദേഹം കുളിരുക, എനിക്ക് തണുപ്പ് കൂടിയിട്ട് ഇങ്ങനെ കൊച്ചിങ്ങനെ വിറയ്ക്കും പോലെ കാണിക്കുക. അത് കാരണം മമ്മി ഒരു പുതപ്പെൻ്റെ ദേഹത്തിട്, പുതപ്പിടാൻ പറ്റത്തില്ലല്ലോ, എത്ര പൊള്ളിയിരിക്കണ കാരണം. പക്ഷേ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ, ഞാൻ ചിന്തിച്ചതിനപ്പുറം എൻ്റെ പരിശുദ്ധ അമ്മ ആ വിഷയത്തിൽ മേലെ ഇടപെട്ടു. എൻ്റെ കുഞ്ഞിന് പൊള്ളുവാന്ന് പറയുന്നതിന് പകരം എനിക്ക് തണുക്കുന്നു മമ്മി, എൻ്റെ മേത്തൊരു ഒരു പുതപ്പിട് എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് ആശ്വാസമായിട്ട് ഒരു നിമിഷം പോലും എനിക്ക് പൊള്ളുവാ മമ്മി എന്ന് പറയാൻ, പൊള്ളലറിയാൻ എൻ്റെ ഈശോയും പരിശുദ്ധ അമ്മയും അനുവദിച്ചില്ല. എൻ്റെ സങ്കടം എൻ്റെ മാതാവ് അപ്പം തന്നെ കണ്ടു. പൂർണ്ണമായി കുഞ്ഞ് സൗഖ്യപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം എനിക്ക് ജപമാല കെട്ടാറുണ്ട് ഞാൻ. അപ്പോൾ ആ ചേച്ചി എനിക്ക് ജപമാല വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ കൊണ്ടുപോയി ചെല്ലുവാണ്. അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് കൃപാസനത്തിൻ്റെ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ആൻസി, ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എൻ്റെ കുഞ്ഞിന് കിഡ്നി സ്റ്റോണാണ്. 3 കല്ലുകളാണ്. അതിൽ 2 ചെറിയ കല്ലുകളും 1 വലുതുമാണ്. അപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഓപ്പറേഷനേ മാർഗമുള്ളൂ. അപ്പോൾ പൈസയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് ശരിക്കും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതെന്നെ ആ വാക്ക് എനിക്ക് ഒത്തിരി വേദനയായി. ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധ അമ്മ ഇടപെടും. എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ ഈ വിഷയം കൊണ്ട് വയ്ക്കും, ചേച്ചി കൃത്യമായിട്ട് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ആൻസി, അങ്ങനെയൊന്നും പോകുന്നു തോന്നല്ല, ഇത് വലിയ കല്ലാണ്. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാണ്ട് ഒരു മാർഗവും ഇല്ല, ഇത് മരുന്ന് കഴിച്ചാൽ മാറില്ല. മറ്റു 2 കല്ലുകൾ മരുന്ന് കഴിച്ച് പോയി, ഇതിന് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ 1,00,000 രൂപ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഡേറ്റ് തന്നിരിക്കുന്ന സമയത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, എങ്കിലും നീയും കൂടി പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞു, ക്യാൻസർ വരെ മാറുന്നു. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ അവിടെ പോയി കേട്ടതാണ്, ഞാൻ ഒരുപാട് പേരെ സാക്ഷ്യങ്ങൾ കണ്ടതുമാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കും. ചേച്ചി കുഞ്ഞിന് ഈ ഉടമ്പടിയുടെ ഉപ്പും തൈലവും ഒക്കെ തേച്ച് തേനൊക്കെ കൊടുത്ത് ചേച്ചിയും പ്രാർത്ഥിക്കണം. അമ്മ വലിയ അത്ഭുതം പ്രവർത്തിക്കും. അമ്മ ഇടപെടും ഈ വിഷയത്തിൽ മേലെ. കാരണം അവിടെ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. കൊച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്ന എക്സാം ആവുകയാണ്, കോളേജിലാണ് പഠിക്കുന്ന, എക്സാം ആവുകയാണ്. ഇതെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നി. ആ ചേച്ചി പറഞ്ഞു, എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം മോനെ, ദൈവം ഇടപെടുമോ, എനിക്ക് അവിടെ ഒന്ന് പോകണമെന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഇടപെടും, അതിനുശേഷം നമുക്ക് പോകാം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കുക, ചേച്ചി കൊച്ചിന് എങ്ങനെയുണ്ട്, വയറുവേദനയുണ്ടോ, അതെങ്ങനെയുണ്ട്, അത് പോയോ എന്ന് ചോദിച്ചു. ആൻസി,
ആ കല്ല് മരുന്ന് കഴിക്കാതെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് ചാടിപ്പോയി. ഓപ്പറേഷൻ നമുക്ക് ഒഴിവായി. ഒരു കുഴപ്പമില്ല, അവർ സുഖമായിട്ടിരിക്കുന്നു. ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ആ വിശ്വാസത്തിൻ്റെ ആഴത്തെ അളക്കാൻ കൂടി അമ്മ അത് ശക്തമായിട്ട് ഇടപെട്ടു. ആ കണ്ണുനീര് അമ്മ അവിടത്തെ കണ്ടു. ഞാൻ എന്നും ഉടമ്പടി വിഷയത്തിൽ അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നിപ്പം ആ ചേച്ചിയും ചേട്ടനും അവരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 70 പേരടങ്ങുന്ന ഞങ്ങൾ അവിടെ നിന്ന് കുറേ പേര് 70 പേരോളം ഉണ്ട്. 2 വണ്ടി ആളാണ് ഇന്ന് ഞങ്ങൾ കൃപാസനത്തിൽ വന്നത്. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് ഒരുപാട് പേര് ഇവിടെ വരാനും പല അത്ഭുതങ്ങൾക്കും കാണുവാനും കേൾക്കുവാനും സാക്ഷിയായിട്ടുണ്ട്. അതുകൂടാണ്ട് എൻ്റെ വീട്ടിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ട്. ഉടമ്പടി തിരിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മോനെ അടങ്ങി നിന്ന് പ്രാർത്ഥിക്കണം, വളരെ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കണം, കാരണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളെ 2 പ്രാവശ്യം ഞാനിവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കൊച്ചുങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി മിണ്ടാതെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ 7:30 തുടങ്ങുന്ന പ്രാർത്ഥന ഈ ഉടമ്പടി എടുത്ത പിന്നെ ഒരു 9:30 വരെ സന്ധ്യാപ്രാർത്ഥന നീളും. 2-3 പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചാണ് സന്ധ്യാപ്രാർത്ഥന തീർക്കുക. അപ്പം പല ദിവസം ഞാനിങ്ങനെ പറഞ്ഞു. കുഞ്ഞുങ്ങൾ ഒരു ദിവസം എന്നോട് കൊച്ചു വെച്ചു, മമ്മി എന്നും പറയും പരിശുദ്ധ അമ്മ വരും എന്തെങ്കിലും അത്ഭുതം തിരികെ കാണും, നിങ്ങൾ നോക്കി നിന്നോളാൻ പറയാറുണ്ട്. മമ്മി ഞങ്ങൾ അനങ്ങാതെ നിൽക്കാൻ വേണ്ടി പറയുന്നതാണോ? ഇതുവരെ പരിശുദ്ധ അമ്മയുടെ ഒരത്ഭുതവും ഞങ്ങൾ കണ്ടില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞുങ്ങളിങ്ങനെ പറയുന്നത് കേട്ടില്ലേ, അമ്മയോട് ഞാൻ കൂടെ പോരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എൻ്റെ കൂടെ പോന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ഓരോ നിമിഷം എൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുന്നതും എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നത് ഞാൻ മനസ്സിലാക്കുക. എൻ്റെ വീട്ടിൽ ഇപ്പം അമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. എന്തെങ്കിലും അത്ഭുതം അമ്മ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തേ പറ്റൂ. അപ്പം ഏകദേശം ഉടമ്പടിയുടെ ലാസ്റ്റ് പ്രാർത്ഥന തീരുവാണ്, വിശ്വാസ പ്രമാണം എത്തുക. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ ഈ വിശ്വാസ പ്രമാണം തീർന്ന ഇന്നത്തെ പ്രാർത്ഥന തീർന്നു, നാളെ കുഞ്ഞുങ്ങൾ ഇത് തന്നെ ചോദിക്കും, മമ്മി വെറുതെ പറയണാണെന്ന്, അമ്മ ഒന്ന് ഇടപെടണം. അപ്പം ഈ നീലത്തിരിയിലാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്നതെന്ന് ഞാൻ പലരിൽ നിന്ന് ഇവിടുന്ന് കേട്ടിട്ടുണ്ട്. വൈകുന്നേരമാണ് ഉടമ്പടി പ്രാർത്ഥന, പച്ചത്തിരിയാണ് കത്തിച്ചു വെച്ചേക്കണേ. രാവിലെ ഉടമ്പടി ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഉറക്കമായിരിക്കും, അവന്മാർ കാണത്തില്ല. അപ്പം അമ്മ ഒന്ന് ഇടപെടണേ, ഈ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിലൊന്ന് ആഴപ്പെട്ട് നിൽക്കാനും ഈ കുഞ്ഞുനാളിലെ തന്നെ ഞാൻ പറയുന്ന ഇത്രോടെ അനുസരണയോടെ ഈ സന്ധ്യാപ്രാർത്ഥന എത്തിക്കുകയാണ്. അമ്മ ഇടപെടണേ എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം തീരുന്നതിന് മുമ്പ് തന്നെ പച്ചത്തിരി അങ്ങ് പൊങ്ങി കത്താൻ തുടങ്ങി. സാധാരണ ഒരു തിരി കത്തുന്നതിൽ നിന്നേക്കാളും ഉയരത്തിൽ ഈ തിരുനാളം അങ്ങ് പൊങ്ങാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെയാണോ, പക്ഷേ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടുന്നില്ല, എന്തോ അത്ഭുതം നടക്കാൻ പോകുന്നു കണ്ടു. ഞങ്ങളെല്ലാവരും സ്തുതിച്ചു, ഉറക്കെ പ്രാർത്ഥിച്ചു. എൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടായി, എൻ്റെ 2 കുഞ്ഞുങ്ങൾ നിന്ന് വാവിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്തോ സംഭവിക്കാൻ പോകുന്നു. ആ സമയം പരിശുദ്ധ അമ്മ ഈ പച്ചത്തിരി 2ആയിട്ട് കട്ട് ചെയ്തിട്ട്, ഈ പച്ചത്തിരിയുടെ നടുക്ക് ഒരു കത്രികയ്ക്ക് എങ്ങനെ കട്ട് ചെയ്താൽ, അത് ഒരു ബ്ലേഡ് കൊണ്ട് എങ്ങനെ കട്ട് ചെയ്താൽ അത് ഭംഗിയായിട്ടിരിക്കുമോ അതുപോലെ 2ആയിട്ട് പരിശുദ്ധ അമ്മ ഈ തിരി കട്ട് ചെയ്ത് 2 സൈഡിലേക്കായിട്ട് തിരി മാറുന്നു. ഞങ്ങൾ കണ്ടു നിൽക്കേ ആ തിരിയുടെ കട്ട് ചെയ്ത, ഞാൻ കത്തിച്ച തിരി മേൽവശവും നാളം, അതിൻ്റെ അടിയിൽ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു നാളത്തിൽ തന്നെ പരിശുദ്ധ അമ്മ തിരുനാളം തെളിയിച്ച് ഞങ്ങളെ അത്ഭുതകരമായി കാണിച്ചു തന്നു. എൻ്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം അങ്ങനെ ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. അതിനുശേഷം എല്ലാ ട്രിപ്പുകൾക്കും ഞങ്ങൾ അവിടെ നാളെ സംഘടിപ്പിച്ച് ഞങ്ങൾ ഒരു വണ്ടി ആളായിട്ടാണ് ഇവിടെ വരുന്നത്. ഇന്ന് മുള്ളരിങ്ങാട് ഭാഗത്തു നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പരിശുദ്ധ അമ്മയും ഇത് കൂടാതെ ഒരുപാട് വിശ്വസനീയമായ ഒരുപാട് സാക്ഷ്യങ്ങളും ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്നു. ഇപ്പം ഇത്രയും സാക്ഷ്യങ്ങളൊക്കെ ഞാൻ പറയണേ. കഴിഞ്ഞ മാസം വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അച്ഛൻ്റെ കയ്യിൽ. അതിന് ശേഷം സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. ഉടമ്പടി വീണ്ടും പുതുക്കിയ ആവശ്യങ്ങളുണ്ട്. അമ്മ ഇനി ഇടപെടുന്ന വിശ്വസിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയുന്നു. ഈ ഉടമ്പടി മുഖാന്തരം ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം കൂടി. ഒരുപാട് നേരം വചനം വായിക്കും, ഉപവാസം എടുക്കും. അതെല്ലാം ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. നല്ലൊരു കുടുംബ പ്രാർത്ഥന എല്ലാം ചെയ്യാൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരൻ ഞാൻ നന്ദി പറയുക, ഒരുപാട് നന്ദി പറയുക. സാക്ഷ്യം പറയാൻ ഇച്ചിരി വൈകിപ്പോയി.